മറിയം സൂറത്തിലെ 41 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. അതിനകത്ത് ഇബ്രാഹിം ഹാജിയുടെ കഥയാണ് പറയുന്നത്. ഇബ്രാഹിം ഹാജി എന്ന് ഞാൻ പറയാൻ കാരണം ബൈബിളിലെ എബ്രഹാം എന്ന ഗോത്രപിതാവിനെ മുഹമ്മദിൻ്റെ കഥയിൽ മക്കയിൽ കഅബ ഉണ്ടാക്കി അവിടെ ഹജ്ജ് തുടങ്ങിയ ആദ്യത്തെ ഹാജിയാരായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇബ്രാഹിം ഹാജി എന്ന് പറഞ്ഞത്. എന്തായാലും ഖുർആനിൽ എങ്ങനെയാണ് ബൈബിളിലെ എബ്രഹാമിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മുഹമ്മദിനെ പോലെയുള്ള ഒരു ശിർക്ക് തൗഹീദ് വാദവുമായി വന്ന നബിയാക്കി മാറ്റിയത് എന്നും ആ ഇബ്രാഹിമിൻ്റെ പേരിൽ എങ്ങനെയാണ് മുഹമ്മദ് മക്കയിൽ വിഗ്രഹാരാധന തുടങ്ങിയത് എന്നുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ആദ്യം ഖുർആനിലെ ഈ മറിയം അധ്യായത്തിലെ 10 വാക്യങ്ങൾ വായിക്കാം. തുടർന്ന് ആ വാക്യങ്ങളിൽ കഥ പൂർത്തിയാക്കിക്കൊണ്ട് ഖുർആനിൻ്റെ വിവിധ അധ്യായങ്ങളിലായി പരത്തിയിട്ടിട്ടുള്ള ഈ കഥയുടെ ആവർത്തനം, ഓരോ അധ്യായത്തിലും ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ്. ആ വിട്ടുകളഞ്ഞ ഭാഗങ്ങളും കൂടെ ചേർത്ത് ഈ കഥ ഖുർആനിലെ പൂർണ്ണതയുള്ള കഥയായി മാറണമെങ്കിൽ ഖുർആനിൽ ഇബ്രാഹിമിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള എല്ലാ അധ്യായങ്ങളും ഒരുമിച്ച് വായിക്കണം. ഏതായാലും പ്രസക്തമായ ഏതാനും ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ബൈബിളിലെ കഥയിൽ നിന്ന് എങ്ങനെയാണ് മുഹമ്മദിൻ്റെ ഇബ്രാഹിം വ്യത്യസ്തനാകുന്നത് എന്ന് ചർച്ച ചെയ്യാം. 41-ാമത്തെ വാക്യം: താങ്കൾ ഖുർആനിൽ ഇബ്രാഹിം നബിയെക്കുറിച്ചും പ്രസ്താവിക്കുക. അദ്ദേഹം പരമസത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം: എൻ്റെ പിതാവെ, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തതും ഒരു കാര്യത്തിനും ഉപകരിക്കാത്തതുമായ വിഗ്രഹങ്ങൾക്ക് താങ്കൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? എൻ്റെ പിതാവെ, നിശ്ചയമായും താങ്കൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പിന്തുടരുക, ഞാൻ താങ്കൾക്ക് നേരായ മാർഗം കാണിച്ചു തരാം. എൻ്റെ പിതാവെ, താങ്കൾ പിശാചിന് ഇബാദത്ത് ചെയ്യരുത്. പിശാച് അള്ളാഹുവിനോട് തീരെ അനുസരണയില്ലാത്തവനാകുന്നു തീർച്ച. എൻ്റെ പിതാവെ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിക്ഷ താങ്കളെ ബാധിക്കുമെന്നും അങ്ങനെ താങ്കൾ പിശാചിൻ്റെ കൂട്ടുകാരനായി തീരുമെന്നും ഞാൻ ഭയപ്പെടുക തന്നെ ചെയ്യുന്നു. അയാൾ ചോദിച്ചു: ഓ ഇബ്രാഹിം, എൻ്റെ ഇലാഹുകളെ നീ വെറുക്കുകയാണോ? നീ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം നിന്നെ ഞാൻ നിശ്ചയമായും എറിഞ്ഞുകൊല്ലും. സുരക്ഷിതനായി എന്നെ വിട്ടുപോയിക്കൊള്ളുക. അദ്ദേഹം പറഞ്ഞു: താങ്കൾക്ക് സലാം. എൻ്റെ രക്ഷിതാവിനോട് ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിച്ചു കൊള്ളാം. നിശ്ചയമായും അവൻ എന്നോട് വളരെ കനിവുള്ളവനാകുന്നു. നിങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആർക്ക് ആരാധന ചെയ്യുന്നുവോ അവയെയും ഞാൻ വിട്ടൊഴിയുകയും എൻ്റെ രക്ഷിതാവിനെ ഞാൻ ആരാധിക്കുകയും ചെയ്യുന്നു. എൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ നിർഭാഗ്യവാനാവുകയില്ലെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെ ആ ജനങ്ങളെയും അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നവയെയും വിട്ടൊഴിഞ്ഞപ്പോൾ ഇസ്ഹാക്കിനെയും യാക്കൂബിനെയും നാം അദ്ദേഹത്തിന് നൽകുകയും അവരെ എല്ലാവരെയും നബിമാരാക്കുകയുമുണ്ടായി. അവർക്കെല്ലാം നമ്മുടെ അനുഗ്രഹത്തിൽ നിന്ന് നാം നൽകുകയും സത്യത്തിൻ്റെ ഉന്നതമായ സൽകീർത്തി അവർക്ക് നാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ ഇബ്രാഹിം നബിയുടെ കഥ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇബ്രാഹിം തൻ്റെ പിതാവുമായിട്ട് വിഗ്രഹാരാധനയെ സംബന്ധിച്ച്, അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് അഥവാ ശിർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടത്തുന്നതായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആ തർക്കത്തിനൊടുവിൽ ഈ ഇബ്രാഹിം പിതാവിനെയൊക്കെ ഉപേക്ഷിച്ച് അവിടുന്ന് നാട് വിട്ടു പോകുന്നു എന്ന മട്ടിലാണ് ഖുർആനിൽ കഥ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ കഥയൊന്നും ബൈബിളിലില്ല. ബൈബിളിൽ ഇങ്ങനെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് പിതാവുമായിട്ട് തർക്കം കൂടുന്നതോ പിതാവിനോട് പിണങ്ങിപ്പോകുന്നതോ ആയിട്ടുള്ള ഒരു എബ്രഹാമിൻ്റെ കഥയല്ല ഉള്ളത്. നേരെ മറിച്ച് ഇബ്രാഹിമിൻ്റെ പിതാവും ബാക്കി കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് അവരുടെ നാടായ ഊരിൽ നിന്ന് അവർ കാനാൻ ദേശം ലക്ഷ്യമാക്കിക്കൊണ്ട്, അവരുടെ വാഗ്ദത്ത ഭൂമി ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുന്നത്. അങ്ങനെ പുറപ്പെട്ട് വേറൊരു ദേശത്ത് പോയി അവർ കുറേ കാലം താമസിക്കുകയാണ് ബൈബിൾ കഥ അനുസരിച്ച് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് പിതാവിൻ്റെ മരണശേഷം ഇബ്രാഹിം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇബ്രാഹിം ലോത്തിനെയൊക്കെ കൂട്ടിയിട്ട് യാത്ര ചെയ്യുന്നതായിട്ടാണ്
ബൈബിൾ കഥ. 21-ാം അധ്യായമായ സൂറത്തുൽ അംബിയായിൽ ഇബ്രാഹിമിൻ്റെ കഥ പറയുന്നത് ഇങ്ങനെയാണ്. മുമ്പ് ഇബ്രാഹീമിന് തൻ്റേതായ വിവേകം നാം നൽകുകയുണ്ടായി. അദ്ദേഹത്തെപ്പറ്റി നമുക്കറിയാമായിരുന്നു. തൻ്റെ പിതാവിനോടും തൻ്റെ ജനങ്ങളോടും അദ്ദേഹം ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ പൂജിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ പ്രതിമകൾ എന്താകുന്നു? അവർ പറഞ്ഞു: ഞങ്ങളുടെ പിതാക്കൾ ഇവയെ ആരാധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞു: തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. അവർ പറഞ്ഞു: നീ ഞങ്ങളുടെ അടുത്ത് സത്യവും കൊണ്ടുവന്നിരിക്കുകയാണോ? അതല്ല, നീ കളി പറയുന്നവരുടെ കൂട്ടത്തിലാണോ? അദ്ദേഹം പറഞ്ഞു: അല്ല, നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാകുന്നു. അവയെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. അള്ളാഹുവെ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ പിന്നിട്ട് പോയതിനു ശേഷം ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം അവരെ തുണ്ടം തുണ്ടമാക്കി കളഞ്ഞു, അവരിൽ ഒരാളൊഴികെ. അവർക്ക് അയാളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാമല്ലോ. അവർ പറഞ്ഞു: നമ്മുടെ ദൈവങ്ങളെക്കൊണ്ട് ഇത് ചെയ്തവൻ ആരാണ്? തീർച്ചയായും അവൻ അക്രമികളിൽ പെട്ടവൻ തന്നെയാണ്. ചിലർ പറഞ്ഞു: ഇബ്രാഹിം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ദൈവങ്ങളെ പരാമർശിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു: എന്നാൽ നിങ്ങൾ അവനെ ജനങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവരൂ, അവർ സാക്ഷ്യം വഹിച്ചേക്കാം. അവർ ചോദിച്ചു: ഇബ്രാഹിമേ, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ കൊണ്ട് ഇത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു: എന്നാൽ അവരുടെ കൂട്ടത്തിലെ ഈ വലിയവനാണ് അത് ചെയ്തത്. അവർ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ സ്വമനസ്സുകളിലേക്ക് തന്നെ മടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു: തീർച്ചയായും നിങ്ങൾ തന്നെയാണ് അക്രമകാരികൾ. പിന്നെ അവർ തലകുത്തനെ മറിഞ്ഞു. ഇവർ സംസാരിക്കുകയില്ലെന്ന് നിനക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു: അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങളുടെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരുടെയും കാര്യം അപഹാസ്യം തന്നെ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവർ പറഞ്ഞു: നിങ്ങൾക്ക് ചെയ്യാനാകുമെങ്കിൽ നിങ്ങൾ ഇവനെ ചുട്ടെരിച്ചു കളയുകയും നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കുകയും ചെയ്യുക. നാം പറഞ്ഞു: തീയേ, നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായിരിക്കുക. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കുവാൻ അവർ ഉദ്ദേശിച്ചു. എന്നാൽ അവരെ ഏറ്റവും നഷ്ടം പറ്റിയവരാക്കുകയാണ് നാം ചെയ്തത്. ലോകർക്ക് വേണ്ടി നാം അനുഗ്രഹീതമാക്കി വെച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശത്തേക്ക് അദ്ദേഹത്തെയും ലൂത്തിനെയും നാം രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു. ഇതാണ് അംബിയ എന്ന സൂറത്തിലെ കഥ. ഇവിടെ ഇബ്രാഹിം പിതാവുമായിട്ടോ പിതാവിൻ്റെ ആൾക്കാരുമായിട്ടോ തർക്കിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു തീവ്രവാദിയായി രംഗപ്രവേശം ചെയ്തുകൊണ്ട് അവരുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ മുഴുവൻ ഒരു കോടാലി കൊണ്ട് വെട്ടിമുറിച്ചു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. എന്നിട്ട് ആ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൻ്റെ കയ്യിൽ ഈ കോടാലി കൊടുത്തിട്ട് പോയി. അത് മൂപ്പര് ആദ്യം തന്നെ ഞാനൊരു കാര്യം ചെയ്യുമെന്ന് നാട്ടുകാരോട് പരസ്യപ്പെടുത്തിയതിന് ശേഷം ആരും കാണാതെ വന്ന് ചെയ്തതാണ് എന്നാണ് കഥയിലുള്ളത്. എന്നിട്ട് രാവിലെ വന്ന് നോക്കുമ്പോൾ വിഗ്രഹങ്ങളെല്ലാം വെട്ടി കഷ്ണമാക്കിയിട്ടതും ഒരു വിഗ്രഹം മാത്രം ഇങ്ങനെ കൊടാലിയും പിടിച്ച് നിൽക്കുന്നതും നാട്ടുകാർ കണ്ടു. അപ്പോൾ ഇത് ചെയ്തത് ഇബ്രാഹിം തന്നെ ആയിരിക്കും, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അവനെ പിടിച്ചുകൊണ്ടായിട്ട് തീയിലിട്ട് കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീക്കുണ്ടത്തിൽ ഇവരെ കൊണ്ടുവന്നിട്ട് എറിഞ്ഞു. പക്ഷേ അള്ളാഹു ആ തീ അങ്ങോട്ട് തണുപ്പിച്ചിട്ട് അവനെ അവിടുന്ന് രക്ഷിക്കുകയും എന്നിട്ട് ലൂത്തിൻ്റെ കൂടെ അവിടുന്ന് പുറപ്പെട്ടു പോവാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇബ്രാഹിം യാത്ര തുടങ്ങുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പിതാവുമായിട്ടായിരുന്നു തർക്കം, ഇപ്പം നാട്ടുകാരുമായിട്ട് തർക്കിക്കുകയും അവരുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അക്രമം പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ്. ഇത് മക്കയിൽ മുഹമ്മദും അനുയായികളും ചെയ്ത അതേ പണിയാണ് ഇവിടെ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ പേരിൽ ആരോപിക്കുന്നത്. ഇനി സൂറത്ത് അങ്കബൂത്ത്, എട്ടുകാലി എന്ന് പറയുന്ന 29-ാമത്തെ സൂറത്തിൽ ഈ കഥ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വായിക്കാം. ഇതൊക്കെ നമ്മൾ മുമ്പ് വായിച്ച് ചർച്ച ചെയ്തത് തന്നെയാണ്. ഇബ്രാഹിമിനെയും അദ്ദേഹം തൻ്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുക, അതാണ് നിങ്ങൾക്കുത്തമം. നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ചില വിഗ്രഹങ്ങളെ ആരാധിക്കുകയും കള്ളം കെട്ടിയുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നത് ആരെയാണോ അവർ നിങ്ങൾക്ക് ഉപജീവനം അധീനമാക്കുന്നില്ല. അതിനാൽ നിങ്ങൾ അള്ളാഹുവിങ്കൽ ഉപജീവനം തേടുകയും അവനെ ആരാധിക്കുകയും അവനോട് നന്ദി കാണിക്കുകയും ചെയ്യുക. അവങ്കിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. നിങ്ങൾ നിഷേധിച്ച് തള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ള പല സമുദായങ്ങളും നിഷേധിച്ച് തള്ളുകയുണ്ടായിട്ടുണ്ട്.
ദൈവദൂതൻ്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു. അള്ളാഹു എങ്ങനെ സൃഷ്ടി ആരംഭിക്കുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് അവർ ചിന്തിച്ച് നോക്കിയില്ലേ? തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതത്രേ. പറയുക, നീ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരം സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നോക്കുക. പിന്നീട് അള്ളാഹു അവസാനം മറ്റൊരിക്കൽ കൂടി സൃഷ്ടിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവൻ അത്രേ. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ കരുണ കാണിക്കുകയും ചെയ്യുന്നു. അവങ്കിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യും. ഭൂമിയിലാകട്ടെ ആകാശത്താകട്ടെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. നിങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയോ സഹായിയോ ഇല്ല. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലും അവനെ കണ്ടുമുട്ടുന്നതിലും അവിശ്വസിച്ചവരാരോ അവർ എൻ്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെട്ടിരിക്കുകയാണ്. അക്കൂട്ടർക്കത്രേ വേദനയേറിയ ശിക്ഷയുള്ളത്. നിങ്ങൾ അവനെ കൊന്നുകളയുകയോ ചുട്ടരിക്കുകയോ ചെയ്യൂ എന്ന് പറഞ്ഞതല്ലാതെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത മറുപടിയൊന്നും നൽകിയില്ല. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിഗ്രഹങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത് ഐഹിക ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പേരിൽ മാത്രമാകുന്നു. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളിൽ ചിലർ ചിലരെ നിഷേധിക്കുകയും ചിലർ ചിലരെ ശപിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ സങ്കേതം നരകമായിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സഹായികളാരും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ലൂത്ത് അദ്ദേഹത്തിൽ വിശ്വസിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ സ്വദേശം വെടിഞ്ഞ് എൻ്റെ രക്ഷിതാവിലേക്ക് പോവുകയാണ്. തീർച്ചയായും അവനാകുന്നു പ്രതാപിയും യുക്തിമാനും. ഇവിടെയും സ്വന്തം പിതാവുമായിട്ടും നാട്ടുകാരുമായിട്ടും ഈ സിർക്ക് തൗഹീദിൻ്റെ പേരിൽ തർക്കിച്ചിട്ട് ആ തർക്കം കേട്ടുകൊണ്ട് ലൂത്ത് ഇബ്രാഹിമിൽ വിശ്വസിച്ച് ഇബ്രാഹിമിൻ്റെ കൂടെ പുറപ്പെടുന്നു. അങ്ങനെ ലൂത്തും ഇബ്രാഹിമും കൂടെ ആ തർക്കത്തിന് ശേഷം യാത്ര പുറപ്പെടുന്നു എന്നാണ് കഥ പറയുന്നത്. ഇനി 37-ാമത്തെ സൂറത്ത് സ്വാഫാത്തിൽ ഇബ്രാഹിം മകനെ അറക്കാൻ കൊണ്ടുപോകുന്ന കഥയും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. 83-ാമത്തെ വാക്യം മുതൽ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കക്ഷികളിൽപ്പെട്ടവർ തന്നെയാകുന്നു ഇബ്രാഹിം. നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി അദ്ദേഹം തൻ്റെ രക്ഷിതാവിങ്കൽ വന്ന സന്ദർഭം, തൻ്റെ പിതാവിനോടും ജനതയോടും അദ്ദേഹം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, എന്തൊന്നിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അള്ളാഹുവിനെ പുറമെ വ്യാജമായി നിങ്ങൾ മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയാണോ? അപ്പോൾ ലോകരക്ഷിതാവിനെപ്പറ്റി നിങ്ങൾക്ക് വിചാരമെന്ത്? എന്നിട്ട് അദ്ദേഹം നക്ഷത്രങ്ങളുടെ നേരെ ഒരു നോട്ടം നോക്കി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും എനിക്ക് അസുഖമാകുന്നു. അപ്പോൾ അവർ അദ്ദേഹത്തെ വിട്ട് പിരിഞ്ഞുപോയി. എന്നിട്ട് അദ്ദേഹം അവരുടെ ദൈവങ്ങളുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ തിന്നുന്നില്ലേ? നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. തുടർന്ന് അദ്ദേഹം അവയുടെ നേരെ തിരിഞ്ഞു വലതു കൈകൊണ്ട് ഊക്കോടെ അവയെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുതിച്ചു ചെന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കുന്നവയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അള്ളാഹുവാണോ നിങ്ങളെയും നിങ്ങൾ നിർമ്മിക്കുന്നവയെയും സൃഷ്ടിച്ചത്? അവർ പറഞ്ഞു, നിങ്ങൾ അവന് വേണ്ടി ഒരു ചൂള പണിയുക, എന്നിട്ട് അവനെ ജ്വലിക്കുന്ന അഗ്നിയിൽ ഇട്ടേക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവർ ഒരു തന്ത്രം ഉദ്ദേശിച്ചു. എന്നാൽ നാം അവരെ ഏറ്റവും അധമന്മാരാക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ എൻ്റെ രക്ഷിതാവിങ്കിലേക്ക് പോവുകയാണ്. അവൻ എനിക്ക് വഴി കാണിക്കുന്നതാണ്. എൻ്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. അപ്പോൾ സഹനശീലനായ ഒരു ബാലനെപ്പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു. എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് താങ്കൾ ചെയ്തു കൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. അങ്ങനെ അവർ ഇരുവരും കീഴ്പ്പെടുകയും അവനെ നെറ്റിമേൽ ചെരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഹേ ഇബ്രാഹിം, തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ്. അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിൻ്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹീമിന് സമാധാനം. ഇവിടെ വിഗ്രഹങ്ങളെ വെട്ടിവീഴ്ത്തുകയും എന്നിട്ട് ആ വിഗ്രഹങ്ങളെ കളിയാക്കിക്കൊണ്ട് വിഗ്രഹങ്ങളോട് തന്നെ സംസാരിക്കുകയും നാട്ടുകാർ വന്നപ്പോൾ ആ വിഗ്രഹങ്ങളെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് അത് ആ വലിയ വിഗ്രഹം വലിയ ദൈവം ചെറിയ ദൈവങ്ങളെ വെട്ടിയതാവും, അല്ലെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം നാട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇബ്രാഹിം അവിടുന്ന് പുറപ്പെടുകയാണ്. എന്നിട്ട് ഇബ്രാഹിം ഒരു മകനെ ആവശ്യപ്പെട്ടു. അപ്പോൾ അള്ളാഹു ഒരു മകനെ കൊടുത്തു. എന്നിട്ട് ആ മകനെ കൊണ്ടുപോയിട്ട് അറുക്കാൻ തീരുമാനിച്ചു. സ്വപ്നം കണ്ടു. അപ്പോൾ മകനോട് തന്നെ ഞാൻ എന്നെ അറുക്കാൻ സ്വപ്നം കണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മകൻ സന്തോഷത്തോടു കൂടി എന്നാൽ അങ്ങനെ കൊണ്ടുപോയി അറുത്തോളൂ എന്ന് സമ്മതം കൊടുത്ത് എന്നിട്ട് അറുക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അള്ളാഹു ഇബ്രാഹിമിനെ വിളിച്ചിട്ട് ഒരു
ബലിമൃഗത്തിനെ പകരം കൊടുത്ത് മകനാർക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ കഥ. ഇവിടെ അർക്കാൻ കൊണ്ടുപോയ മകൻ ഇശ്മായേലാണ് എന്നാണ് ഖുർആൻ്റെ വ്യാഖ്യാന കഥകളിൽ പറയുന്നത്. ഈ കഥകളെല്ലാം മുഹമ്മദ് മോഷ്ടിച്ചെടുത്തത് ബൈബിളിൽ നിന്നും ബൈബിളിൻ്റെ അനുബന്ധമെന്നോണം ജൂതന്മാർ കെട്ടിയുണ്ടാക്കിയ കെട്ടുകഥകളിൽ നിന്നുമാണ്. അതിൻ്റെ ഉറവിടം ഏത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഉറവിടം പലതും താൽമൂദിലും മിദ്രാസിലും ഒക്കെയുള്ള ജൂത കെട്ടുകഥകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദിന് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തത് അറേബ്യയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരോ അവരുമായി ബന്ധമുള്ള ആളുകളോ ആയിരുന്നു. അപ്പോൾ അവർ ഈ ബൈബിളിലെ കഥയും അതോടൊപ്പം തന്നെ അവരുടെ പൂർവികർ കെട്ടിയുണ്ടാക്കിയ മറ്റു കെട്ടുകഥകളും കൂടെ ചേർത്ത് കൂട്ടിക്കുഴച്ചാണ് പറഞ്ഞിരുന്നത്. അതെല്ലാം കേട്ടിട്ട് അതേ കൂട്ടിക്കുഴച്ച കഥ മുഹമ്മദ് വെളിപാടായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ബൈബിളിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടത്. ബൈബിളിലെ കഥകൾ മുഹമ്മദിൻ്റെ പാറ്റേണിലേക്ക് മാറ്റാൻ വേണ്ടി ഒരുപാട് മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്, ഒരുപാട് അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഖുർആനിൽ വായിച്ച അധ്യായങ്ങളിലൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? ഇബ്രാഹിമിൻ്റെ തൗഹീദാഭിമുഖ്യവും സിർക്ക് വിരോധവുമാണ് ഇവിടെ എല്ലാം പ്രകടിപ്പിക്കുന്നത്. അത് അഗ്രസീവായിട്ടുള്ളൊരു തലത്തിലേക്ക് പോയതായിട്ടും അവതരിപ്പിക്കുന്നു. വിഗ്രഹാരാധന നടത്തിയിരുന്ന സ്വന്തം പിതാവിനെയും നാട്ടുകാരെയും അവഹേളിക്കുകയും അവരുടെ വിഗ്രഹങ്ങൾ വെട്ടിമുറിക്കുകയും എന്നിട്ട് അവരെ ആ വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അവസാനം അവർ തീയിലിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ തീയിൽ നിന്ന് അള്ളാഹു അത്ഭുതകരമായി രക്ഷിക്കുകയും അതിനെ തുടർന്ന് നാട് വിട്ടു പോവുകയും ചെയ്തു. അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് തൗഹീദിൻ്റെ വഴിയിലേക്കാണ് ഇബ്രാഹിം യാത്ര ചെയ്യുന്നത്. സിർക്കിൻ്റെ ലോകത്ത് നിന്ന് അക്രമപരമായ ചെറുത്തുനിൽപ്പൊക്കെ നടത്തിയതിന് ശേഷം സിർക്ക് ഒഴിവാക്കി തൗഹീദിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഇബ്രാഹിം നബിയെയാണ് മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ സിർക്ക് തൗഹീദ് തർക്കമോ സിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള യാത്രയോ ഒന്നുമല്ല ബൈബിളിലെ എബ്രഹാം എന്ന് പറയുന്ന ഗോത്രപിതാവിൻ്റെ യാത്ര. ആ യാത്ര ഒരു ഭൂപ്രദേശത്ത് നിന്ന് കുറേ കൂടി മെച്ചപ്പെട്ട മറ്റൊരു ഭൂപ്രദേശത്തേക്കുള്ള ഒരു സംഘം ചേർന്ന യാത്രയാണ്. അത് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട കഥയാണ് എന്ന കാര്യം ചരിത്രബോധമുള്ളവർക്ക് എളുപ്പം മനസ്സിലാക്കാം. ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ബൈബിളിൽ ഈ കഥ എങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നതിൻ്റെ ഒരു ചുരുക്കം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ബൈബിളിലെ ഉൽപ്പത്തി 11:26 മുതലുള്ള ഏതാനും വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രഹാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. തേരഹിൻ്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തൻ്റെ ജന്മദേശത്ത് വെച്ച് കൽദായരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ച് തന്നെ തൻ്റെ അപ്പനായ തേരഹിന് മുമ്പേ മരിച്ചുപോയി. അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രാമിൻ്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോരിൻ്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവൾ മിൽക്കായുടെയും ഈസ്കായുടെയും അപ്പനായ ഹാരാൻ്റെ മകൾ തന്നെ. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേര് തൻ്റെ മകനായ അബ്രാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദായരുടെ പട്ടണമായ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരഹിൻ്റെ ആയുഷ്കാലം 205 സംവത്സരമായിരുന്നു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. ഇവിടെ അബ്രാമിൻ്റെ പിതാവിൻ്റെ പേര് തേരഹ് എന്നാണ്. ഇസ്ലാമിൻ്റെ കഥകളിൽ ആസർ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇബ്രാഹിമിൻ്റെ ബാപ്പ തന്നെ ഈ കഥയിൽ മാറിപ്പോയിട്ടുണ്ട് എന്നർത്ഥം. തേരഹ് ആ നാട്ടിൽ നിന്ന് വേറൊരു നാട് തേടി അബ്രാം ഉൾപ്പെടെ മക്കളെയും മരുമക്കളെയൊക്കെ കൂട്ടി യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിച്ചു. ആ യാത്രക്കിടെ അവിടെ വെച്ച് 205-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. തേരഹ് അബ്രാമിനെ ജനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ അബ്രാം പിതാവ് മരിച്ചതിന് ശേഷമാണ് ഹാരാനിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് ബൈബിൾ കഥ അനുസരിച്ച്. അങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ അബ്രാമിൻ്റെ വയസ്സ് 75 എന്നും പറയുന്നുണ്ട് ബൈബിളിൽ.
അപ്പോൾ അബ്രാം ജനിക്കുമ്പോൾ തേരഹിന് വയസ്സ് 70. പിന്നെ തേരഹ് മരിച്ചതിന് ശേഷം എബ്രാം യാത്ര പുറപ്പെടുമ്പോൾ അബ്രാമിന് വയസ്സ് 75. അപ്പോൾ അബ്രാം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അബ്രാമിന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അഥവാ മരിക്കുമ്പോൾ ഉള്ള പ്രായം 145. എന്നാൽ അബ്രാം മരിക്കുന്നത് 205 വയസ്സുള്ളപ്പോഴാണ് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ വയസ്സ് ടാലിയാവുന്നില്ല. ബൈബിളിലെ കഥ അനുസരിച്ച് അബ്രാമിൻ്റെ പിതാവിൻ്റെ പ്രായവും അബ്രാമിൻ്റെ പ്രായവും കൂടെ ചേർക്കുമ്പോൾ ഒരു 60 വയസ്സിൻ്റെ മിസ്സിങ് വരുന്നുണ്ട്. അത് ബൈബിളിലെ ഒരു വലിയ വൈരുദ്ധ്യമായിട്ട് ബൈബിൾ വിമർശകർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ ഉൽപ്പത്തിയുടെ 12:1 മുതലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. അപ്പോഴാണ് ഈ കഥയിലെ വൈരുദ്ധ്യം വ്യക്തമാവുക. യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തൻ്റെ ഭാര്യയായ സാറായെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കാനാൻ ദേശത്തെത്തി. അബ്രാം ശെഖേം എന്ന സ്ഥലം വരെയും എലോൻ മോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്തു പാർത്തിരുന്നു. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിനു കിഴക്ക് മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്തു ക്ഷാമമുണ്ടായി. ദേശത്തു ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രയീമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്നു ഞാൻ അറിയുന്നു. മിസ്രയീമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എൻ്റെ സഹോദരി എന്ന് പറയണം, എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ അബ്രാം മിസ്രയീമിൽ എത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരിയെന്ന് മിസ്രയീമ്യർ കണ്ടു. ഫറവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു. അവളുടെ നിമിത്തം അവൻ അബ്രാമിനു നന്മ ചെയ്തു. അവൻ ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പോൾ ഫറവോൻ അബ്രാമിനെ വിളിച്ചു, നീ എന്നോട് ഇത് ചെയ്തത് എന്ത്? ഇവൾ നിന്റെ ഭാര്യയാണ് എന്ന് എന്നെ അറിയിക്കാഞ്ഞത് എന്ത്? അവൾ എൻ്റെ സഹോദരി എന്ന് എന്തിനു പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ട് എടുപ്പാൻ സംഗതി വന്നു പോയല്ലോ. ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ, അവളെ കൂട്ടിക്കൊണ്ടു പോക എന്ന് പറഞ്ഞു. ഫറവോൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു. അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു. ഇനി പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവൃത്തികളിൽ വരുന്ന ഒരു ഭാഗം അത് ഞാൻ വായിക്കാം. അധ്യായം 7. ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതർ ചോദിച്ചതിന് അവൻ പറഞ്ഞു, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കും മുമ്പേ മെസൊപ്പൊട്ടാമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ടു ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവൻ്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവനു അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവനു സന്തതി ഇല്ലാതിരിക്കെ അവനും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അബ്രാമിൻ്റെ പിതാവ് ഹാരാനിൽ വെച്ച് മരണപ്പെട്ടതിന് ശേഷമാണ് അബ്രാം കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഈ വയസ്സുകൾ തമ്മിലുള്ള പ്രശ്നം വരുന്നത്. അബ്രാമിൻ്റെ പിതാവ് മരിക്കുമ്പോൾ 205 വയസ്സ് എന്നാണ് നേരത്തെ ഉൽപ്പത്തിയിൽ പറഞ്ഞത്. അബ്രാം ജനിക്കുമ്പോൾ 70 വയസ്സാണ്. അബ്രാം ഈ ആരാനിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അബ്രാമിൻ്റെ വയസ്സ് 75 ആണ്. അപ്പോൾ 70 + 75
145. പക്ഷേ മരിക്കുമ്പോൾ പ്രായം 205. അപ്പോൾ 205 നിന്ന് ഈ 145 കുറച്ചാൽ 60 വയസ്സ് മിസ്സിംഗ് ആണ്. എവിടെ പോയി എന്നറിയില്ല. ഇതാണ് ബൈബിളിലെ കണക്കിൻ്റെ കാര്യം. ദൈവങ്ങളൊക്കെ കണക്കിൻ്റെ കാര്യത്തിൽ നമ്മളെ മാതിരി തന്നെയാണ്. അള്ളാഹും ഈ ദൈവമൊക്കെ കണക്ക് തന്നെ. ഇതൊക്കെ ദൈവപ്രോക്തമായിട്ട് എഴുതിയ കിതാബുകളിലാണ് ഇതുപോലുള്ള കണക്കുകളൊക്കെ പയച്ചു പോകുന്നത്. അതേതായാലും വലിയൊരു ഇഷ്യൂ ആക്കേണ്ട, അത് നമുക്ക് വിട്ടുകളയാം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ വരാം. ഉൽപ്പത്തി പുസ്തകത്തിലെ 22:1 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പ്രതീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലവും കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്തു. തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ചുമലിൽ വെച്ച് തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി, തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടിയ യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി. ഇവിടെ ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ, ബലി നടത്താൻ കൊണ്ടുപോയ കഥയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. നേരത്തെ ഇശ്മായേലിനെ ബലി അറക്കാൻ കൊണ്ടുപോയ ഇബ്രാഹിം ഹാജിൻ്റെ കഥ നമ്മൾ വായിച്ചു. അവിടെ ഇശ്മായേലിനെ കൊണ്ടുപോകുമ്പോൾ ഇസ്മായേലിനോട് നേരിട്ട് ബാപ്പ പറയുകയാണ്, അന്നെ അറക്കാൻ എനിക്ക് സ്വപ്നം കിട്ടിയിട്ടുണ്ട്, ഞാൻ അറുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, എനിക്ക് സന്തോഷമുള്ളൂ കൊണ്ടേ അറുത്തോളൂ എന്ന് സമ്മതം കൊടുത്തിട്ടാണ് ഇസ്മായേലിനെ ഇബ്രാഹിം നബി അറക്കാൻ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവിടെ അബ്രഹാം ഇസ്ഹാക്കിനെ നുണ പറഞ്ഞ് പറ്റിച്ചിട്ട് കൊണ്ടുപോകണം. മറ്റുള്ളവരെ കൂടെ ഉള്ളവരെയൊക്കെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ 2 ആളും പോയി ആരാധിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് വിറകും മകനും ആയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ മകൻ ചോദിക്കുന്നുണ്ട്, അല്ല വിറകും തീയൊക്കെ ഉണ്ട്, അറക്കാനുള്ള ആടെവിടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആടിനെയൊക്കെ ദൈവം തരും എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അപ്പോൾ ഇസ്ഹാക്കിനെയാണ് അറക്കാൻ കൊണ്ടുപോകുന്നത് എന്ന് ഇസ്ഹാക്ക് അറിയുന്നില്ല. ഇസ്ഹാക്കിനോട് നുണ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇസ്മായിലിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിം നബി ആകുമ്പോൾ അങ്ങനെയല്ല, നുണയൊന്നും പറയുന്നില്ല. മകനോട് തന്നെ സത്യം പറഞ്ഞിട്ട് മകൻ സമ്മതത്തോടു കൂടി അറക്കാൻ കൊണ്ടുപോയി എന്നാണ് അവിടെ കഥ പറയുന്നത്. അപ്പോൾ ബൈബിൾ കഥ അനുസരിച്ച് ഇവിടെ അബ്രഹാമിനെ യഹോവ കൊണ്ടുപോകുന്നത് ഫലഭൂയിഷ്ടമായ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ആവാസ ഇടത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് വാഗ്ദത്ത ഭൂമി എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം. എന്നാൽ മുഹമ്മദ് ആ കഥയിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് സിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള യാത്രയാക്കി മാറ്റി, സ്വന്തം പിതാവിനെയും നാട്ടുകാരെയും ഒക്കെ സിർക്കിൻ്റെ പേരിൽ കുറ്റം പറഞ്ഞുകൊണ്ട് അവരോട് പിണങ്ങി പോകുന്നതായിട്ടാണ് മുഹമ്മദ് കഥ മാറ്റി എഴുതിയത്. ബൈബിളിലെ കഥ അനുസരിച്ച് അങ്ങനെ പിതാവുമായിട്ട് പിണങ്ങി പോകുന്ന ഒരു മകൻ്റെ കഥയേ ഇല്ല. മറിച്ച് പിതാവ് ഒരു വിഗ്രഹാരാധകനായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ ഈ പിതാവും പുത്രനും തമ്മിൽ വഴക്കുണ്ടായതായിട്ടോ ഇതുപോലെ വിഗ്രഹം അടിച്ചു പൊട്ടിച്ചതായിട്ടോ തീയിലിട്ട് കൊല്ലാൻ ശ്രമിച്ചതായിട്ടോ ഒന്നുള്ള കഥ ബൈബിളിൽ എവിടെയില്ല. ബൈബിളിൽ ഈ പിതാവ് പുത്രനായ ഇബ്രാഹിമിനെയും മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടിക്കൊണ്ട് ഊറിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ കാനാൻ ദേശം ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അതിന് മൂപ്പർക്കൊരു ദൈവത്തിൻ്റെ വെളിപാടോ സ്വപ്നമോ ഉണ്ടായി. അതനുസരിച്ച് മൂപ്പർ പുറപ്പെട്ടു. ഇത്തരം കഥകളൊക്കെ ചരിത്രവുമായിട്ട് ചെറിയ ബന്ധമുണ്ടാകും. ചരിത്രത്തിൻ്റെ ഒരു 3% 4% ഉണ്ടാകും. ബാക്കി 95% അതിശയോക്തികളും അന്ധവിശ്വാസങ്ങളും ചേർത്തിട്ട് പണ്ടുള്ള ആളുകൾ അവരുടെ ഗോത്രത്തിൻ്റെ മഹിമ അവരുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ആ ഗോത്രമഹിമയിൽ ഗോത്രത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും വേണ്ടി ആ ഗോത്രത്തിലുണ്ടായിരുന്ന സർഗാത്മക ശേഷിയുള്ള കഥ എഴുതാൻ കഴിയുന്ന ആളുകൾ ഇതുപോലെ കഥകൾ എഴുതുകയും കഥകൾ പറയുകയും ആ കഥകളിലൂടെ ചരിത്രം തലമുറകൾക്ക് പകർന്നു നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇത് പണ്ടത്തെ രീതിയാണ്. അതനുസരിച്ച് ഈ
കാനാൻ ദേശത്ത് വന്ന് പാർപ്പുറപ്പിച്ച ഇസ്രായേല്യർ എന്ന് പറയുന്ന ഈ വംശം അവരെവിടുന്ന് പുറപ്പെട്ടു, എങ്ങനെ ഇവിടെ എത്തി എന്നതിൻ്റെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി പറയുന്നതാണ് ഈ പഴയ നിയമം ബൈബിളിലുള്ള ഉൽപ്പത്തി, പുറപ്പാടും അതുപോലുള്ള കഥകളും. മുഹമ്മദ് ആ കഥയിൽ നിന്ന് കിട്ടിയ കഥാപാത്രങ്ങളെ മുഴുവൻ, അത് രാജാവാവട്ടെ, ഗോത്രത്തലവനാവട്ടെ, അതല്ലെങ്കിൽ ന്യായാധിപനാവട്ടെ, പുരോഹിതനാവട്ടെ, പ്രവാചകനാവട്ടെ, ഏത് കഥാപാത്രത്തിൻ്റെയും ഒരു പേര് കണ്ടാൽ അതൊക്കെ പെറുക്കിക്കൊണ്ടുവന്നിട്ട് മുഹമ്മദിൻ്റെ ഈ 1.25 ലക്ഷം പ്രവാചകന്മാർ, നബിമാർ എന്നുള്ള കഥയിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അതൊക്കെ ഈ സിർക്ക് തൗഹീദിൻ്റെ കഥയാക്കി മാറ്റിയിട്ട് സിർക്കിനെതിരെ പൊരുതി തൗഹീദിലേക്ക് പുറപ്പെട്ടു എന്ന മട്ടിൽ ഈ കഥകളെല്ലാം അട്ടിമറിച്ച് മാറ്റി എഴുതുകയാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇബ്രാഹിമിൻ്റെ കഥയും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇബ്രാഹിം മകൻ്റെ കൂടെ യാത്ര പുറപ്പെട്ടു. കാനാൻ ദേശത്തേക്കാണ് യാത്ര പുറപ്പെടുന്നത്. അവിടെ തേനും പാലും ഒഴുകുന്ന ഒരു ദേശം ഇബ്രാഹിം മുതൽ തന്നെ ഈ വംശത്തിന് അവരുടെ ഗോത്രദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതാണ് ആ കഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. അതല്ലാതെ സിർക്കും അടുത്തിട്ട് തൗഹീദും തിരഞ്ഞു പോകുന്നതായിട്ടല്ല ഈ കഥ. പക്ഷേ ആ ദൈവത്തെ അല്ലാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ വളരെയധികം അസഹിഷ്ണുതയും വളരെയധികം അസൂയയും പ്രകടിപ്പിക്കുന്നതായിട്ട് ആ കഥയിലുണ്ട്. അവിടെ ഒരു ആഗോള ദൈവത്തെ അല്ല, മറിച്ച് തങ്ങളുടെ ഗോത്രത്തിൻ്റെ ദൈവത്തെയാണ് ഈ കഥയിൽ കേന്ദ്രമായിട്ട് കൊണ്ടുവരുന്നത്. ആ രീതിയിൽ പറഞ്ഞു പോയൊരു കഥയാണ് മുഹമ്മദ് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി മറ്റെന്തൊക്കെ വ്യത്യാസങ്ങളാണ് മുഹമ്മദ് ഈ കഥയിൽ വരുത്തിയത്? പിതാവിൻ്റെ കൂടെ പുറപ്പെട്ടു എന്ന് പറയുന്ന കഥയെ മുഹമ്മദ് പിതാവിനോട് തെറ്റി പിണങ്ങിയിട്ട് ഇബ്രാഹിം വേറെ പുറപ്പെട്ടു എന്നാക്കി മാറ്റി. തെറ്റാനുള്ള കാരണം സിർക്കും തൗഹീദുമാണ് എന്ന മട്ടിൽ കഥ മാറ്റി എഴുതി. മകനെ അറക്കുന്ന കഥയിൽ ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തി. അവിടെ ഇസഹാക്കിനെയാണ് അബ്രഹാം അറക്കുന്നത്. പക്ഷേ ഇബ്രാഹിം നബി ആയപ്പോഴേക്ക് അറക്കാൻ കൊണ്ടുപോയ മകൻ മാറിപ്പോയി, ഇസ്മായേലായി. അതിൻ്റെ പിന്നിൽ മുഹമ്മദിന് ഒരു സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യമുണ്ട്. കാരണം അറേബ്യയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഈ ഇസ്മായേൽ പാരമ്പര്യത്തിൽ വന്നവരാണ് എന്ന ഒരു കഥ അവിടെ ഉണ്ട്. ആ കഥയുടെ അടിസ്ഥാനത്തിൽ ഇസ്മായേൽ പാരമ്പര്യത്തിന് ഇസ്ഹാക്ക് പാരമ്പര്യത്തെക്കാൾ പ്രാധാന്യം കിട്ടാൻ വേണ്ടി മുഹമ്മദ് ഈ ബലി കൊടുത്ത പുത്രനെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബൈബിൾ കഥ അനുസരിച്ച് ഈ ഇസ്മായേൽ വെപ്പാട്ടിയിൽ വേലക്കാരിയിലുണ്ടായ മകനായതുകൊണ്ട് തന്നെ അത് ലീഗലായിട്ടുള്ള മകനായിട്ട് ബൈബിൾ കണക്കാക്കുന്നില്ല എന്നതുകൊണ്ട് അബ്രാമിൻ്റെ പുത്രനായിട്ട് ഇസ്ഹാക്കിനെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റേത് ഇല്ലീഗലായിട്ടുള്ള പുത്രനാണ്. ആ പുത്രനെയും ആ വെപ്പാട്ടിയായ ഈ പുത്രൻ്റെ അമ്മയെയും ഈ അബ്രാം മരുഭൂമിയിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നതായിട്ടാണ് ബൈബിൾ കഥ. എന്നാൽ മുഹമ്മദ് ഈ കഥയിൽ ഇവരെ രണ്ടാളെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കുകയല്ല, ഇബ്രാഹിം ഈ കുട്ടീനെയും കൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ്. ഈ കുട്ടീനെയും ഈ തള്ളേനെയും കൊണ്ട് അവിടുന്ന് നേരെ പോന്നിട്ട് തെക്കോട്ട് പോന്ന് അറേബ്യയിൽ വന്ന് മക്കയിൽ വന്നിട്ട് അവിടെ അമ്പലം പണിയാണ് ഇബ്രാഹിം. അങ്ങനെ അമ്പലം പണിതിട്ട് അവിടെ ഹജ്ജും നിസ്കാരമൊക്കെ തുടങ്ങി എന്ന കഥയാണ് മുഹമ്മദ് ഉണ്ടാക്കുന്നത്. പക്ഷേ ബൈബിൾ കഥയിൽ അബ്രഹാമിൻ്റെ യാത്രയുടെ മാപ്പിലെവിടെയും അറേബ്യയുടെ തെക്കോട്ട് വരുന്നില്ല, മരുഭൂമിയിൽ കൂടെ തെക്കോട്ട് പോന്നിട്ടില്ല. അബ്രഹാം യാത്ര ചെയ്യുന്നത് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്ത് കൂടെയാണ്. ഇറാഖിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് നേരെ വന്ന് ഈജിപ്ത് വരെ വരുന്നു. ഈജിപ്തിൽ നിന്ന് പിന്നെ തിരിച്ച് വീണ്ടും കാനാൻ ദേശത്തേക്ക് പോകുന്നതായിട്ടാണ് ആ കഥയിലുള്ളത്. അവിടെ എവിടെയും അറേബ്യയിൽ വന്നിട്ട് അമ്പലം പണിയുന്നതായിട്ടില്ല. മാത്രമല്ല അബ്രഹാം പണിയുന്നതൊന്നും കഅബ പോലുള്ള അമ്പലങ്ങളല്ല, യാഗപീഠങ്ങൾ പണിതു എന്നാണ് ബൈബിളിൽ എല്ലായിടത്തും പറയുന്നത്. 1-2 സ്ഥലത്തല്ല, പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും യാഗപീഠം പണിത് യഹോവയെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. മക്കയിലെ കഅബ എന്ന് പറയുന്നത് ക്യൂബ് ആകൃതിയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ചതുരമണ്ഡപമാണ്. അത് അറേബ്യയിലെ പാഗൻ അറബികളുടെ ക്ഷേത്ര നിർമ്മാണ രീതിയാണ്. മക്കയിൽ മാത്രമല്ല, അറേബ്യയുടെ പല ഭാഗത്തും ഇതുപോലുള്ള ക്യൂബ് ആകൃതിയിലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് അതിനു ചുറ്റും വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുക എന്നത് അറബികളുടെ അന്നത്തെ സമ്പ്രദായമാണ്. അതനുസരിച്ച് അറബികൾ അവരുടെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധന നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമായിരുന്നു ഈ കഅബ. ആ കഅബ പിടിച്ചെടുക്കാൻ വേണ്ടി മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു നട്ടാൽ മുളയ്ക്കാത്ത കള്ളക്കഥയാണ് ഈ അബ്രഹാം വന്നിട്ട് കഅബ പണിതു, എന്നിട്ട് അവിടെ ഹജ്ജ് ചെയ്തു, നിസ്കരിച്ചു എന്ന് പറയുന്ന കഥ. ആ കഥ ഖുർആനിൽ തന്നെ മുഹമ്മദ് പറഞ്ഞ മറ്റു പല കഥകൾക്കും നേരെ വിരുദ്ധവുമാണ്. കാരണം മക്കയിൽ ഇതിനു മുമ്പ് ഒരു താക്കീതുകാരനോ നബിയോ വന്നിട്ടില്ല എന്ന് ഇതേ ഖുർആനിൽ മുഹമ്മദ് നേരത്തെ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ആ മണ്ടത്തരത്തിന് നേരെ വിരുദ്ധമായിട്ടാണ് പിന്നെ ഇബ്രാഹീമും ഇസ്മായേലും 2 നബിമാരും ഒപ്പം വന്നിട്ട് ഇവിടെ
ആരാധനയുടെ കേന്ദ്രം തന്നെ പണിതിട്ട് പോയി എന്ന് പറയുമ്പോൾ തൗഹീദിൻ്റെ ആലയവും പണിത് മക്കക്കാർക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തൗഹീദിൻ്റെ സന്ദേശം ലഭിച്ചിട്ടുള്ളത് എന്നാണ് അവിടെ വരിക. അപ്പോൾ സന്ദേശം ലഭിക്കാത്ത, താക്കീത് ലഭിക്കാത്ത ഒരു ജനത എന്ന് മക്കക്കാരെക്കുറിച്ച് ഈ ഖുർആനിൽ നേരത്തെ പറഞ്ഞത് ഇവിടെ ശുദ്ധ വൈരുദ്ധ്യമായിട്ട് മാറുകയാണ്. ഇനി മകനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ അബ്രഹാം മകനെ നുണ പറഞ്ഞ് പറ്റിച്ചാണല്ലോ കൊണ്ടുപോകുന്നത്. അതെന്തുകൊണ്ടാണ് മുഹമ്മദ് മാറ്റിയത്? അത്തരത്തിലുള്ള മാറ്റങ്ങൾ മുഹമ്മദ് ഉടനീളം നടത്തിയിട്ടുണ്ട്. ബൈബിളിലെ ഏതെങ്കിലും ഒരു കഥാപാത്രം, അത് ചിലപ്പോൾ രാജാവാകും, അല്ലെങ്കിൽ പുരോഹിതനാവും, അല്ലെങ്കിൽ ഗോത്ര നേതാവാകും, അവരെയൊക്കെ പിടിച്ചുകൊണ്ടെന്ന് നബിയാക്കുമ്പോൾ മുഹമ്മദ് എന്ത് ചെയ്തു? ആ നബിമാർക്ക് ചേർന്നതല്ലാത്ത പ്രവൃത്തികൾ അവർ ചെയ്തതായിട്ട് ബൈബിൾ കഥയിലുള്ളതൊക്കെ മാറ്റിയിട്ട് ഈ നബിമാരെയൊക്കെ കുറ്റവിമുക്തരാക്കുകയാണ്. ഇവിടെ മകനോട് നുണ പറഞ്ഞ് മകനെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ അതൊരു നബിയുടെ പ്രവൃത്തിക്ക് പറ്റിയതല്ലല്ലോ. അപ്പോൾ ആ നബിയെ അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി കഥ അങ്ങോട്ട് മാറ്റിയിട്ട് മകനോട് സത്യം പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്, മകൻ്റെ സമ്മതത്തോടു കൂടിയാണ് കൊണ്ടുപോയത് എന്ന് നുണ പറഞ്ഞ് ഇതിനകത്ത് മാറ്റം വരുത്തി. ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഒരുപാട് വരുത്തിയിട്ടുണ്ട്. ഓരോ രാജാക്കന്മാരും ചെയ്ത തെറ്റുകൾ, ഇപ്പോൾ ലോത്തിൻ്റെ കഥ പറയുന്നിടത്ത് ലോത്ത് സ്വന്തം മക്കൾക്ക് ഗർഭം ഉണ്ടാക്കിയ കഥ, അതൊക്കെ ഒഴിവാക്കാൻ കാരണം അതാണ്. ലോത്തിനെ പിടിച്ചുകൊണ്ടെന്ന് നബിയാക്കിയതുകൊണ്ടാണ് ആ കഥ ഇന്ന് ഒഴിവാക്കിയത്. സോളമൻ ഒരുപാട് സിർക്ക് ചെയ്തതായിട്ട് ബൈബിൾ കഥയിലുണ്ട്. ആ സോളമൻ്റെ സിർക്കൊക്കെ ഒഴിവാക്കിയിട്ട് ശുദ്ധീകരിച്ച് നബിയാക്കിയിട്ടാണ് മുഹമ്മദ് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും തെറ്റ് ചെയ്തതായിട്ട് ബൈബിളിൽ പറയുന്ന കഥാപാത്രങ്ങളെയൊക്കെ തെറ്റില്ലാത്ത ശുദ്ധ നബിമാരാക്കി മാറ്റിക്കൊണ്ടാണ് മുഹമ്മദ് കഥ മാറ്റി എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഈ അറക്കാൻ കൊണ്ടുപോകുന്ന കുട്ടിയോട് നുണ പറയാതെ സത്യം പറഞ്ഞു കൊണ്ടുപോകുന്നതും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ മുഹമ്മദിൻ്റെ വംശപാരമ്പര്യത്തിന് പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടി ബൈബിളിലെ കഥ മാറ്റി എഴുതുകയും ചെയ്തു. അബ്രഹാമിൻ്റെ യാത്രയുടെ ലക്ഷ്യം, മോശയുടെ യാത്രയുടെ ലക്ഷ്യം, ഇതൊക്കെ ബൈബിൾ കഥയിൽ ഒരു വാഗ്ദത്ത ഭൂമിയിലെത്തി അവിടെ സുഭിക്ഷമായി ജീവിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ മുഹമ്മദ് അത്തരം ലക്ഷ്യങ്ങളൊക്കെ മാറ്റിയിട്ട് സിർക്കിൽ നിന്ന് മോചനം നേടി തൗഹീദിലൂടെ പരലോകത്ത് കള്ളും പെണ്ണും കിട്ടുന്ന സ്വർഗത്തിലെത്താൻ വേണ്ടി, അങ്ങനെ നാട്ടുകാരെ മുഴുവൻ എത്തിക്കാൻ വേണ്ടി വന്നിട്ടുള്ള പ്രവാചകന്മാരാണ് ഇവർ എന്ന മട്ടിലാണ് മുഹമ്മദ് ഈ കഥകളെയും കഥാപാത്രങ്ങളെയും മാറ്റിയിട്ടുള്ളത്. അബ്രഹാമിൻ്റെ മറ്റൊരു തെറ്റ് നമ്മളിപ്പോൾ ബൈബിളിൽ വായിച്ചു. അബ്രഹാം സ്വന്തം ഭാര്യയെ ഈജിപ്തിലെത്തിയ സമയത്ത് ഫറവോൻ്റെ കിടപ്പറയിലേക്ക് കൂട്ടിക്കൊടുക്കുന്നതായിട്ടാണ് ബൈബിളിലെ കഥ. എന്തിനു വേണ്ടിയിട്ട്? ഭാര്യ സുന്ദരിയായിരുന്നത് കൊണ്ട് ഫറവോനും കൂട്ടരും അവളെ കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുനടപ്പനുസരിച്ച് അബ്രഹാമിനെ കൊന്നിട്ട് അവളെ തട്ടിയെടുക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനും സ്വന്തം ജീവൻ രക്ഷിക്കാനും വേണ്ടിയിട്ട് ഭാര്യയെ നുണ പറഞ്ഞ് പെങ്ങളാക്കി മാറ്റി അവിടെ ചെല്ലുമ്പോൾ, എന്നിട്ട് അവളോട് തന്നെ പറയുകയാണ്, നീ പെങ്ങളാണെന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അവരെന്നെ കൊല്ലും, അപ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഫറവോൻ്റെ കിടപ്പറയിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ ഫറവോന് കൂട്ടിക്കൊടുക്കുന്നതായിട്ടാണ് ബൈബിളിലെ കഥ. എന്നാൽ ഇബ്രാഹീമിനെ നബിയാക്കി കൊണ്ടുവന്നപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ആ കഥയെല്ലാം മുഹമ്മദ് ഖുർആനിൽ നിന്നും മുഹമ്മദിൻ്റെ കഥയിൽ നിന്നും ഒഴിവാക്കി. ബൈബിൾ കഥ അനുസരിച്ച് ക്രിസ്ത്യാനികൾക്ക് അബ്രഹാം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവാണ്, ജൂതന്മാർക്ക് ഇസ്രായേല്യരുടെ വംശപിതാവാണ്. എന്നാൽ മുഹമ്മദിന് അള്ളാഹുവിൻ്റെ മൈ ഫ്രണ്ടാണ് ഇബ്രാഹിം. നമ്മൾ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധമാണ് അള്ളാഹുവും ഇബ്രാഹിമും തമ്മിലുള്ള ബന്ധമായിട്ട് മുഹമ്മദ് പറഞ്ഞവതരിപ്പിക്കുന്നത്. മുഹമ്മദിന് ഇബ്രാഹിം അടക്കം എല്ലാ കഥാപാത്രങ്ങളും സിർക്ക് തൗഹീദിൻ്റെ ആശാന്മാരായി വന്ന പ്രവാചകന്മാരാണ്. ഇസ്ഹാക്കിൻ്റെ പരമ്പരയിൽ നിന്ന് മാത്രമേ പ്രവാചകന്മാരുണ്ടാവൂ എന്നാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് മുഹമ്മദ് ഒരിക്കലും പ്രവാചകനാവില്ല എന്നും മുഹമ്മദിനെ പ്രവാചകനായി അംഗീകരിക്കാൻ കഴിയില്ല എന്നും ജൂതന്മാർ വാദിച്ചിരുന്നു. അവിടെയാണ് മുഹമ്മദ് ഇസ്ഹാക്കിനെ മാറ്റി ഇസ്മായേലിൻ്റെ പാരമ്പര്യം ആണ് യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിനെ നേരെ ഇസ്മായിലിനെ കൂട്ടി മക്കയിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥയിൽ നുണ എഴുതി ചേർത്ത്. ആ നുണയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദിൻ്റെ വംശപാരമ്പര്യമാണ് മുന്തിയത് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. വെപ്പാട്ടിയായ തൻ്റെ മകൻ്റെ അമ്മയെയും മകനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കുക എന്ന തെറ്റാണ് അബ്രഹാം ബൈബിൾ കഥയിൽ ചെയ്യുന്നത്. പക്ഷേ ഖുർആനിലെത്തിയപ്പോൾ ആ തെറ്റൊന്നും ചെയ്യാതെ ഈ വെപ്പാട്ടിയെയും വെപ്പാട്ടിയുടെ മകനെയും കൊണ്ട് നേരെ മക്കത്തേക്ക് പോരുകയാണ് ഇബ്രാഹിം നബി ചെയ്തത്. ഇങ്ങനെ ഒരു കഥ മോഷ്ടിച്ച്
ആ കഥയിൽ തനിക്ക് ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി തൻ്റേതായ ഒരു പ്രത്യേക പാറ്റേണിലേക്ക് പ്രത്യേക മോൾഡിൽ കൊണ്ടുപോയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് കഥകൾ ചെയ്തിട്ടുള്ളത്. അവിടെ ബൈബിളിൽ ഇല്ലാത്ത ഒരുപാട് കെട്ടുകഥകളും കൂടെ ഇതിനകത്ത് കൂടിക്കുഴഞ്ഞു. കാരണം ജൂതന്മാർ അവരുടെ കെട്ടുകഥകളും കൂടെ ചേർത്തിട്ടാണ് ബൈബിൾ കഥകൾ മുഹമ്മദിന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ മുഹമ്മദ് ഇതെല്ലാം ഒറ്റ കഥയാക്കി എടുത്ത് അതിൽ നിന്ന് മുഹമ്മദിന് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളെയും മോഷ്ടിച്ചപ്പോൾ മുഹമ്മദ് ഇതൊക്കെ ഈ സിർക്ക് തൗഹീദ് പാറ്റേണിലേക്ക് മാറ്റി അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പ്രവാചകൻ്റെ കഥയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം.